യെല്ലോ പാറ്റാണിത്. ഇത് വളരെ വില കിട്ടുന്ന, അത് നമുക്ക് വലിയൊരു കുഞ്ഞുങ്ങൾ ഇറക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. ഇത് പവർ ഫോൺ എന്ന് പറയുന്നത് ഓർഡിനറി ടൈപ്പാണ്. ഇത് നമ്മുടെ ഫോണിൽ തന്നെ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വെറൈറ്റിയാണ്. കാരണം എന്നാൽ നല്ല കൗതുകമുള്ളതും വില കിട്ടുന്നതുമായ ഒരു വെറൈറ്റിയാണ്. ഇത് റെയിൻബോ ഷാർക്കാണ്. ഇത് അലങ്കാര മത്സ്യത്തിൽ വലിയ ഒരു ക്വാളിറ്റി ഉള്ള ഒരു വെറൈറ്റി മത്സ്യമാണ്. ഇത് ഡോൾഫിൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി മത്സ്യമാണ്. ഇതിന് നമുക്ക് ഇവിടെ തന്നെ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനം നടക്കുന്ന വെറൈറ്റീസാണ്. ഇത് എന്നാൽ ന്യായമായ വില ഉള്ള ഒരു വെറൈറ്റിയാണ്. നല്ല കൗതുകമുള്ളതാണ്. അതിൻ്റെ ആണും പെണ്ണുങ്ങളും ആണ് ഇട്ടിരിക്കുന്നത്. ആൺമത്സ്യവും ഉണ്ട്, പെൺമത്സ്യവും ഉണ്ട്. ആ കവർ കൂടുതലുള്ളതാണ് ആൺമത്സ്യമായിട്ട് കാണുന്നത്. ബാക്കി കവർ കുറഞ്ഞതാണ് പെൺമത്സ്യങ്ങൾ. ഇത് ഫയർ ആൻഡ് ഓസ്കാർ എന്ന് പറയുന്നത് നല്ല വില കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഓസ്കാറിൽ ഏറ്റവും ഡിമാൻഡുള്ള വെറൈറ്റിയാണ്. ഇത് ചെമ്മീൻ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ശരീരം മുഴുവൻ റെഡ് കളറാകും. എന്നിട്ട് തല മാത്രം ആ വെള്ള കളർ കാണും. ഇതിപ്പോൾ ചെമ്മീൻ്റെ അഭാവം കൊണ്ടാണ് ഈ കളർ കുറഞ്ഞിരിക്കുന്നത്. ചെമ്മീൻ നല്ലപോലെ കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം കൊടുത്താൽ മതി, കൃത്യമായിട്ട് നല്ല റിലീസാകും. ഇത് യെല്ലോ കാറ്റ് ഫിഷാണ്. പിന്നെ വൈറ്റ് ഷാർക്ക്, ബ്ലാക്ക് ഷാർക്ക്, സക്കർ കാറ്റ് ഫിഷിൻ്റെ 2 ടൈപ്പ്, ആൽബിനോയും ബ്ലാക്കും. പിന്നെ അതിനകത്ത് നൈലോട്ടിക്ക്, ടിൻ ഫോയിൽ, ഇങ്ങനെയുള്ള വെറൈറ്റികളാണ്. ഇത് നൈലോട്ടിക്കാണ് ഈ കാണുന്നത്. ചെറിയ കുളങ്ങളിലായി ബാബു വളർത്തുന്നത് പ്രധാനമായും ഭക്ഷ്യ ആവശ്യത്തിനുള്ള മീനുകളെയാണ്. ഇവിടെ പോണ്ടുകളിലെ എഡിബിൾ ഫിഷ്. ഈ പോണ്ടുകളിൽ എഡിബിൾ ഫിഷ് എന്ന് പറഞ്ഞാൽ കട്ട്ല, റൂഫ്, ഗ്രാസ്, റെഡ് ബെല്ലി, പങ്കേഷ്യസ്, സൈപ്രനസ്, റെഡ് ബെല്ലി, കരിമീൻ, നൈലോട്ടിക്ക്, ഇങ്ങനെയുള്ളവരാണ് നമ്മളിവിടെ സാധാരണ ഈ എൻ്റെ കൂടുകളിൽ കൂടുതൽ ഞാൻ വളർത്തുന്നത്. അതിനകത്ത് ഈ ഇവിടെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഇനങ്ങൾ പറയുന്നത് സൈപ്രനസ് ഉണ്ടാവും. പിന്നെ സൈപ്രനസ് കൂടാതെ കരിമീൻ കുഞ്ഞുങ്ങളുണ്ടാവും. പിന്നെ കരിമീൻ്റെ കൂടാതെ പിന്നെ ഉള്ളത് പിന്നെ ആളെ ഉണ്ടാകുകയില്ല. പിന്നെ നൈലോട്ടിക്ക്, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. ബാക്കിയുള്ള എല്ലാം നമ്മൾ കൃത്രിമമായിട്ട് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കി ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ വരുന്നത് കുഞ്ഞുങ്ങൾ കൂടുതലും വരുന്നത് ആന്ധ്രയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആന്ധ്രയിൽ നിന്നുള്ള സീഡുകൾ കൊണ്ടുവന്നിട്ടാണ് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് വലിയ കൃഷിക്കാർക്ക് ആവശ്യം പോലെ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാളയുണ്ട്, കട്ട്ലയുണ്ട്, ഗ്രോഫും ഉണ്ട്. പ്രസവിക്കുന്ന ഇനങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ അതീവ ജാഗ്രത വേണമെന്ന് ബാബു പറയുന്നു. ഇത് നമ്മളൊരു ടാങ്കില് ഒരു 10 അടി 5 അടി 2 അടി ഹൈറ്റുള്ള ഒരു ടാങ്കില് ഒരു ഒരു നിശ്ചിത റേഷ്യോ 100 പെണ്ണുങ്ങൾക്ക് 25 ആണ്. അതിനാണ് അതിന്റെ റേഞ്ച്. ഒരു ചെറിയ കണക്കാണ് പറയുന്നത്. അപ്പോൾ 100 + 25, 125 വെച്ചാൽ 5 ടാങ്കിൽ നമ്മൾ മീനിടുക. വൈറ്റ് മോളി, ബ്ലാക്ക് മോളി, ഓറഞ്ച് മോളി, സോഡ്, പാറ്റ്. ഈ 5 ടാങ്കിൽ 125 ബ്രൂഡ് സ്റ്റോക്കാണ് ഇടുന്നത്. ഈ ബ്രൂഡ് സ്റ്റോക്കിനെ ഇട്ടാൽ ഒരു ബ്രൂഡ് സ്റ്റോക്ക്, നല്ല ബ്രൂഡ് സ്റ്റോക്കാണെങ്കിൽ 40 മുതൽ 60 വരെ കുഞ്ഞുങ്ങളൊരു പ്രസവത്തിലുണ്ടാവും. ഒരു ബ്രൂഡ് സ്റ്റോക്കിൽ നമ്മൾ 100 പെണ്ണുങ്ങളെ ഒരു ടാങ്ക് ഇട്ടിരിക്കുന്നത്. ഒരു ദിവസം ഒരു 3 പേര് പ്രസവിച്ചാൽ പോലും 4, 3, 12 ഏറ്റവും കുറഞ്ഞ കണക്ക് വേണ്ട 100 എണ്ണം. അതെന്ന് പറഞ്ഞാൽ ഒരു 100 കുഞ്ഞുങ്ങളെ നമുക്ക് മസ്റ്റായിട്ട് കിട്ടിയില്ല. ഈ കിട്ടണമെന്ന് എന്താ പറഞ്ഞു, അവർക്ക് നല്ല ഗുണമേന്മയുള്ള തീറ്റ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അത് ബ്രൂഡ് സ്റ്റോക്കുകൾക്ക് 2 നേരവും കുഞ്ഞുങ്ങൾക്ക് 5 നേരവും സംരക്ഷിക്കും. അങ്ങനെ വരുവാണെങ്കിൽ 100 കുഞ്ഞിനെ ഒരു ടാങ്കിൽ കിട്ടിയാൽ ഒരു ദിവസം 5 ടാങ്കിൽ കൂടെ നമുക്ക് 500 കുഞ്ഞിനെ കിട്ടില്ല. ഈ 500 കുഞ്ഞിനെ കിട്ടിയ അതിന്റെ അർത്ഥം എന്താ, 500 രൂപ കിട്ടുന്ന ഒരു കുഞ്ഞ് നമ്മൾ 1 രൂപ വില കിട്ടുന്നുള്ളൂ. നമ്മൾ കൊടുക്കണം 3 മാസം കഴിഞ്ഞാൽ 90 ദിവസം കൊണ്ട് മെച്ചമായി. എന്നാലും നമുക്ക് ഡിഫറൻസും വേറായി. ഈ 3 മാസം കൊണ്ട് 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച് വരെയൊക്കെ വലുതാകാം. അങ്ങനെ വരുമ്പോഴും 1 ഇഞ്ചിൽ 1 രൂപ വെച്ച് കൂട്ടുമ്പോഴത്തേക്ക് പിന്നെ ഒരു ദിവസം 500 കുഞ്ഞുങ്ങൾ, 30 ദിവസം 10,000 കുഞ്ഞുങ്ങൾ, 90 ദിവസം കൊണ്ട് 45,000 കുഞ്ഞുങ്ങൾ. അതിലൊരു 5,000 എണ്ണം ലോസ്റ്റ് നഷ്ടപ്പെട്ടു. പക്ഷെ മൊട്ടാലിറ്റി കുറവാണ് ഈ പ്രസവിക്കുന്നതാണെങ്കിൽ. അതായത് തുടക്കക്കാരൻ ചെയ്യാൻ പറയേണ്ടത്. അത് 40,000-ന് ഒരു രൂപ വെച്ച് കൂട്ടിയാൽ 40,000 രൂപ വന്നില്ലേ. വേണ്ട 1.5 രൂപ വെച്ചാണെങ്കിൽ 60,000 രൂപ വന്നു. 2 രൂപ വെച്ചാൽ 80,000 രൂപ വന്നു. ഇത് വേണ്ട. നമ്മളത് ന്യായമായിട്ടും ചെയ്യാനുള്ള ഒരു 15 രൂപ കാശ് നമുക്ക് കിട്ടിത്തരിക. പക്ഷെ അത് ആ ചിട്ടപ്പടി ചെയ്യണം.
ചിട്ടയായ പരിപാലനം അതിവിടെ നിർബന്ധമാണ്. പ്രത്യേകിച്ചും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൃത്യസമയത്ത് മാത്രം ഊണുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. രാവിലെ 8 മണിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി 8 മണിക്ക് തന്നെ കൊടുക്കണം. അന്നേരത്തേക്ക് എല്ലാ മീനും നമ്മൾ 2 ദിവസം 3 ദിവസം അടുപ്പിച്ച് തീറ്റ കൊടുക്കാമെങ്കിൽ 3-ാമത്തെ ദിവസം തൊട്ട് 7:30 ആകുമ്പോൾ മീനെല്ലാം കൂടെ പാത്രത്തിൽ തുടങ്ങും. അപ്പം നമ്മൾ തീറ്റ കൊടുക്കും. എല്ലാം കൂടെ വേണം തിന്നുന്നു. കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. എല്ലാം കൂടെ വേണം തിന്നുന്നു. എന്നാലും 2 മീൻ മാറി നിൽക്കുക, തിന്നാമെന്ന് തിന്നില്ല. ഉടനെ അവിടെ നമ്മൾ പൊക്കുക. ഈ തിന്നാൻ വരാത്ത വല്ല ഇത്രയും മീനുകൾ കിടക്കുന്നത് ഏതിന് അസുഖമില്ലാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പാടാം. അതിനാണ് ഫിക്സഡ് ടൈം വെച്ചിരിക്കുന്നത്. ആ ടൈമിൽ 2 വരാതിരുന്നാൽ അവിടെ പിടിച്ച് നമ്മൾ ടാങ്ക് വെച്ചിട്ട് അതിനെ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുക. അതിന് എന്തെങ്കിലും അസുഖമുണ്ടോ, അതിന്റെ വാല അടിയിൽ പോയിട്ടുണ്ടോ, അല്ലെ പൂപ്പൽ പോലെ ഇരിപ്പുണ്ടോ, അല്ലെ വല്ല പരാതങ്ങൾ ഇരിപ്പുണ്ടോ, അല്ലെങ്കിൽ വയറ് വീഴ്ത്തിരിപ്പുണ്ടോ, എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അത് ഇങ്ങനെ പോകുന്നത്. അപ്പൊ അതിനെടുത്ത് പരിശോധിച്ചിട്ട് വൈറസ് സംബന്ധമായ രോഗങ്ങളാണ് ട്രീറ്റ്മെന്റ് ഇല്ല. അല്ലാത്തതിനൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് എനിക്കിവിടെ ഹോസ്പിറ്റൽ പോകുന്നവരെ ഉണ്ട്. ഒരു കിണറാണ് ഞാൻ അതിന് ഉപയോഗിക്കുന്നത്. ആ കിണറ്റില് ചികിത്സ വരുന്നതിനൊക്കെ അങ്ങോട്ട് മരുന്നൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് വിട്ടേക്കും. അതിന് അടി ഇപ്പോഴാണ് പൊക്കത്തിൽ നല്ലതുള്ളൂ. അതോടെ കിടന്ന് എത്തരണ രീതിയിൽ അലങ്കാര മത്സ്യകൃഷിയിൽ നിന്നും മികച്ച വരുമാനം നേടാൻ യാതൊരു പ്രയാസവുമില്ല എന്നാണ് ബാബുവിന്റെ അനുഭവം. അനുദിനം എന്നോണം കേരളത്തിൽ അലങ്കാര മത്സ്യങ്ങൾക്ക് വിപണി ഏറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉറച്ച വരുമാന സാധ്യതാ മേഖലയായി ഇതിനെ മാറ്റിയിരിക്കുന്നു. ഒരു സാധാരണക്കാരന് ഒരു കുടുംബത്തിൽ അധിക വരുമാനം വേണം. കാരണം ഇന്നത്തെ കാലത്ത് ഏത് വീട്ടിലും ഒരു അധിക വരുമാനത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് മറ്റു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ പോലും അലങ്കാര മത്സ്യം വീട്ടിൽ ചെയ്യാന്നുള്ളതാണ് എന്റെ ആണിക്കലവിടെ. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു പ്രൊഫഷൻ പ്രധാനപ്പെട്ടുണ്ടെങ്കിൽ അതിനിടയിൽ വീട്ടിൽ ഒരു ചെറിയ യൂണിറ്റ് പോലെ സ്റ്റാർട്ട് ചെയ്താൽ മാസം ഒരു 15,000 രൂപ ഉണ്ടാക്കുന്ന നമുക്ക് പഞ്ഞുമില്ല. ഒരു 15,000 രൂപ നമുക്ക് മാസം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഞാൻ തരാം. ഞാൻ പറയണ പോലെ നീയാന്നുണ്ടെങ്കിൽ ബൈ ടെലിഫോൺ ചെയ്തിട്ട് ആരെങ്കിലും പറയാം അങ്ങനെ നടക്കണില്ലെന്ന് പറയാമെങ്കിൽ ഞാൻ അതിന് സമാധാനം ചെയ്യാൻ കാരണം അത്രയ്ക്കും കറക്റ്റായ ഒരു പ്രോജക്റ്റ് ഒക്കെ ഉള്ളൂ. മത്സ്യങ്ങൾക്കെന്ന പോലെ പക്ഷികൾക്കും അഭയമരുളുന്ന ഒരു ആവാസ വ്യവസ്ഥ ഈ പുരയിടത്തിൽ ബാബു സ്ഥാപിച്ചിരിക്കുന്നു. ഇത് 1.25 ഏക്കർ ഭൂമിയാണ്. അതിനകത്ത് തോടുകളും കുളങ്ങളും ഫലവൃക്ഷങ്ങളും വൃക്ഷലതാദികളും എല്ലാ ഐറ്റം ഏതൊരു മത്സ്യത്തിനെ പറ്റി ചോദിച്ചാലും ഒരു ചൂടെങ്കിലും എന്റെ പറമ്പിൽ കാണും. ഇതെല്ലാം എന്റെ കൈകൊണ്ട് വെച്ചതല്ലാതെ വേറെ ഒരാളും ഇവിടെ വെച്ചിട്ടില്ല. കാരണം ഞാൻ ഈ 26 വർഷം കിടന്ന് പണിത ഈ ഭൂമി ഇങ്ങനെ ഒരു രൂപരായി ആറ്റേന്റെ ആണിക്കല്ലും ഞാൻ തന്നെയാണ്. കാരണം ഒരു വയലല്ലേ, അവിടെ ഒന്നുമില്ലല്ലോ. അതിനെ കുത്തി പൊക്കി മറിച്ച് ഈ മരങ്ങളെല്ലാം എന്റെ കൈ കൊണ്ട് തൊടാത്ത ഒരൊറ്റ മരം ഈ പുറമ്പില്ല. മരങ്ങൾ വെക്കാനോ മരം വളരുന്ന ധനമാണ്. മരം വളരുന്ന ധനമാണ്. ആ മരം നട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എന്റെ പറമ്പിൽ തന്നെ എന്തോ ഒരു മഹാവനം നിൽപ്പുണ്ട്. ഇന്ന് വെട്ടിക്കൊടുത്താൽ നല്ലൊരു നോക്കിയുള്ള സാധനം കിട്ടും. പക്ഷെ അത് വെട്ടാനല്ല, അത് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക. അതെ അതെ, അതെല്ലാം മാൻ പവർ ഉള്ളി. ആ കൂട്ടത്തിൽ ഞാനും തോണ്ടിത്തുമ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ അന്ന് എനിക്ക് പൈസപ്പുറം ഇല്ലല്ലോ. അന്ന് നല്ല ആരോഗ്യത്തിൽ കൊടുക്കുന്നുണ്ട്. ഒരു തുടക്കം ഞാനും ഒറ്റയ്ക്ക് മാസങ്ങൾ കൊണ്ടാണ് തീർക്കണമെങ്കിലും ഒറ്റയ്ക്ക് ഒന്നും ചെയ്തിട്ടുണ്ട്. അലങ്കാര മത്സ്യകൃഷിയുടെ ലാഭസാധ്യതകളെ കുറിച്ച് ഇന്ത്യ ഇനിയും വേണ്ടത്ര ഗൗരവത്തോടെ ചിന്തിച്ചു കാണുന്നില്ല. ആഗോളതലത്തിലെ കണക്ക് നോക്കിയാൽ 0.5 crore rupees ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനുണ്ട്. പക്ഷെ ശ്രീലങ്കക്ക് പോലും മുമ്പേക്കാൾ കൂടുതലുണ്ട്. എന്നാൽ ലോക ക്യാപിറ്റൽ വരെ സിംഗപ്പൂർ പോവാം. ചെറിയൊരു രാജ്യമാണ് സിംഗപ്പൂർ. അവിടെ അതിന്റെ 30% കൈയടക്കി കഴിഞ്ഞു. നമ്മൾ 0.5. അതിപ്പോൾ ഒരു 2.5-3 കയറ്റി വരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒത്തിരി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ മിനിസ്ട്രി കേരള മിനിസ്ട്രി ഇരുന്നപ്പോൾ ശർമാജി കടുങ്ങൂർ രാജുവായൂർ ഒരു എക്സ്പോർട്ടിംഗ് ഡിവിഷൻ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ളതാണ്. ആ എക്സ്പോർട്ടിംഗ് ഡിവിഷൻ വന്നതോടുകൂടി നമ്മുടെ കേരളത്തിലെ മത്സ്യകൃഷി ഒരു സടകുടം ചെയ്തിട്ട പോലുള്ള ഒരു പ്രതീതിയാവുന്നത്. കാരണം കേരളം മുമ്പാട് ഇപ്പം അലങ്കാര മത്സ്യത്തിനുള്ള ഒത്തിരി പ്രോജക്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാവിലായിട്ട് പ്രോജക്റ്റ് ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്.
അലങ്കാര മത്സ്യങ്ങളുടെ രംഗത്തേക്ക് വരാൻ ഇതുപോലെ തോടും സൗകര്യങ്ങളും ഒന്നും വേണമെന്നില്ല. വീട്ടുമുറ്റത്തുണ്ടാക്കാവുന്ന ചെറിയ സിമന്റ് ടാങ്കുകളും പൊളിത്തീൻ ഷീറ്റുകളും ധാരാളം. ഒന്നുകൂടെ വേണം, കൈ നനഞ്ഞ് മീൻ പിടിക്കാനുള്ള മനസ്സ്. ഇതുപോലെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുണ്ടാകാം വാർത്താ പ്രാധാന്യവും ദൃശ്യ സാധ്യതയുമുള്ള ഒട്ടേറെ